നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. നേത് ഹിമാറിനെ എനിക്ക് കണി കണ്ടത്. അപ്പോ റെഡിയാണോ? നമുക്ക് ഒരുമിച്ച് ഫ്ലൈറ്റിൽ കയറി ഏറി പോവാം. അങ്ങനത്തെ ചോദ്യങ്ങളാ ചേട്ടന്മാരും ചേച്ചിമാരും വെച്ചിട്ടുള്ളത്. ആളെ കിട്ടിപ്പോയി മതി. ചേച്ചി ഇനി ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചേച്ചിയുടെ പ്ലാൻ? അതെന്താ മനോജ് അങ്ങനെ പറയണ? ഇനി ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഏതാ ബ്രാൻഡ്? പെർഫ്യൂം. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. പെർഫ്യൂം ആകുമ്പോ എന്താ പറയാ, ഏറ്റവും അധികം എനിക്കും അതുപോലെ തന്നെ എന്റെ മാർക്കറ്റിംഗ് സൈഡും 10 രൂപ ചെലവാക്കാതെ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് പിടിക്കാം എന്നുള്ളത് ഒറ്റൊരു പെർഫ്യൂം കൊണ്ട് എനിക്ക് മനസ്സിലായി. എന്നെ വേണേ 2 അടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച അടക്കല മണ്ടാരെ. നമ്മൾ കാർഗോ കാശും കൂടെ കൊടുക്കണ്ട, അത് ഫ്ലൈറ്റ് കടന്ന് അങ്ങേ തല വരെ എത്തിക്കോളും. കാരണം നൈസായിട്ട് ഇറക്കാറല്ലോ. എനിക്ക് തോന്നുന്നു ഇനി ഞാൻ എൻജോയ് ആവാവേ പെർഫ്യൂം എന്ന് പറഞ്ഞപ്പോ കുട്ടി വരെ എണീറ്റു. മനസ്സിലായോ? കുട്ടിക്ക് വരെ ഇപ്പൊ പെർഫ്യൂം എന്ന് പറയുമ്പോ പേടിയാ. എന്റെ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഇങ്ങനെ മണത്തപ്പോ എനിക്ക് കാരണം ഞാൻ പെർഫ്യൂം വരെ പഠിക്കാറില്ല ഗൈസ്. കാരണം ഞാൻ പെർഫ്യൂം ഉപേക്ഷിച്ചു. രേണു ചേച്ചിയെ പറ്റി എന്താണ് അഭിപ്രായം? ഈ പെർഫ്യൂം കഴിഞ്ഞപ്പോ തന്നെ രേണുവിന്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ വന്നിട്ടുണ്ട്. അല്ലെങ്കിലും കാലന് വഴി തെറ്റില്ലടാ, അത് കൃത്യമായിട്ട് വരും കൊണ്ടുപോകാൻ. ഓക്കെ, അപ്പോ രേണുവിനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുധിച്ചേട്ടന്റെ വൈഫാണ് രേണു. ഓ അത് ഭയങ്കരം തന്നെ അല്ലേ? അപ്പോ എന്താ പറയാ, രേണു പറഞ്ഞൊരു ആഗ്രഹം, അതും സുധിച്ചേട്ടനും കൂടെ വേണ്ടിയിട്ടായതുകൊണ്ട് വേണ്ട എല്ലാം ഞങ്ങൾക്കറിയാം. നുണ പറയുന്നതിന് ഒരു കണക്കൊക്കെ ഉണ്ട്. ഞാൻ നല്ല ഇന്റൻഷനോടുകൂടി ചെയ്തതായിരുന്നു. പക്ഷെ അത് വന്ന് ഭവിച്ചത്, അതായത് നിനക്ക് വരെ പണിയൊന്നും അടച്ചേക്ക, എത്ര കിട്ടിയിട്ട് നീ എന്താ പഠിക്കാത്തെ? ഒരു കോയിന് 2 വശമുണ്ട് എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ ആ ഒരു 2 വശത്ത് അറിയുന്നുണ്ടല്ലേ ആക്കല്ലേ, നിനക്കും കൂടി വേണ്ടിയാ അതിനകത്തായത്. പോസിറ്റീവായിട്ട് പറഞ്ഞവരുണ്ട്, അതിലേറെ നെഗറ്റീവായിട്ട് പറഞ്ഞവരുണ്ട്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ആക്ച്വലി ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ രേണു ആണ് എനിക്ക് ആക്ച്വലി ആ ഒരു റെഫറൻസ് തന്നതും. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ, മുതലാളി മറന്നുപോയതാ. ആളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും, പെർഫ്യൂം ഉണ്ടാക്കാൻ പറ്റും. എന്താണ് അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ചിന്നു അതൊന്നും എനിക്ക് ചെയ്തു തരാമോ? ഞാൻ 1-2 പേരോട് പറഞ്ഞു, പക്ഷെ അത് നടന്നില്ല എന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ആ ഒരു സാഹചര്യത്തിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലും എനിക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുമായിരുന്നു. സംഗതി നമ്മൾ ചെയ്യുന്നത് ചീപ്പാണെങ്കിലും അതിന് സ്റ്റാൻഡേർഡ് വേണ്ടേ? അപ്പോ മരിച്ച ഒരാൾക്ക് വേണ്ടിട്ട് ഒരു ആഗ്രഹം പറയുമ്പോൾ, അതും സ്വന്തം ഭാര്യ പറയുമ്പോൾ, ഇതൊരുമാതിരി വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ച പോലെ ആയിപ്പോയത്. അത് നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ്. നല്ല ഇന്റൻഷനോടുകൂടി ചെയ്തതാണ്. എനിക്കിപ്പോഴും ഓർമ്മ. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു കോയിന് 2 വശം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. സോഷ്യൽ മീഡിയയിൽ പൊങ്കാലി ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് കോമാളിത്തരം കാണിക്കുമല്ലേ? ഇതൊക്കെ കോമാളിത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവുണ്ടെങ്കിലല്ലേ.